ഇപ്പോൾ കിട്ടിയ ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ബംഗ്ലാദേശിൽ മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ രൂപീകരിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഷെയ്ഖ് ഹസീന തിരികെ ബംഗ്ലാദേശിലേക്ക് മടങ്ങും. ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിൽ അമേരിക്കയിലുള്ള മകൻ സജീവ് വാസത് ജോയിയാണ് ഇക്കാര്യം അറിയിച്ചത്. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും വിനയ ചേരുന്നു. വിനയ, ഇപ്പോൾ ബംഗ്ലാദേശിലേക്ക് ഷെയ്ഖ് ഹസീന മടങ്ങിയേക്കുമെന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയാണെങ്കിൽ തിരികെ നാട്ടിലേക്ക് എത്തുമെന്നും തെരഞ്ഞെടുപ്പിൽ ഹസീനയുടെ അവാമി നാഷണൽ ലീഗ് മത്സരിക്കുമെന്നാണ് ഇപ്പോൾ ഹസീനയുടെ മകൻ ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്തെല്ലാമാണ് കൂടുതൽ വിവരങ്ങൾ വിനയ? അനുപ്രിയ, ഇപ്പോൾ വരുന്ന വിവരം അനുസരിച്ച് ബംഗാൾ മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷെയ്ഖ് ഹസീന തിരികെ ബംഗ്ലാദേശിലേക്ക് തന്നെ തിരിച്ചു പോകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബംഗ്ലാദേശിൽ കഴിഞ്ഞ ദിവസമായിരുന്നു യൂനിസ് അധികാരത്തിലേറിയിട്ടുണ്ടായിരുന്നത്. ഈ യൂനിസിന്റെ നേതൃത്വത്തിൽ പുതിയ ഇടക്കാല സർക്കാർ രൂപീകരിക്കുകയാണെങ്കിൽ ഷെയ്ഖ് ഹസീന തിരികെ ബംഗ്ലാദേശിലേക്ക് പോകുമെന്നാണ് ഇപ്പോൾ വരുന്ന വിവരം അനുസരിച്ച് പറയാൻ സാധിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും ആക്രമണങ്ങളുമായിരുന്നു ബംഗ്ലാദേശിൽ അരങ്ങേറിയിട്ടുണ്ടായിരുന്നത്. ഈ പ്രതിഷേധത്തെ തുടർന്ന് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഹസീന ഇന്ത്യയിലേക്ക് പലായനം ചെയ്തിട്ടുണ്ടായിരുന്നത്. നിലവിൽ ഹസീന ഇന്ത്യയിലാണ് ഇപ്പോൾ തുടരുന്നത്. ഇന്നലെയായിരുന്നു നോബൽ സമ്മാന ജേതാവായിട്ടുള്ള സമാധാനത്തിനുള്ള നോബൽ സമ്മാന ജേതാവായിട്ടുള്ള മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഒരു താൽക്കാലിക സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം ഈ അമേരിക്കയിലുള്ള മകനായിട്ടുള്ള സജീവ് വാസിത് ജോയിയാണ് ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിൽ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിൽ ഒരു സർക്കാർ രൂപീകരിക്കുകയാണെങ്കിൽ ഹസീന തിരികെ ബംഗ്ലാദേശിലേക്ക് പോകും. കൂടാതെ ഈ പാർട്ടി തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുമെന്നായിരുന്നു ഈ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഹസീനയുടെ മകൻ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ ഹസീനയുടെ ഈ അവാമി ലീഗ് പാർട്ടി ഈ ഇടക്കാല സർക്കാരിൽ ഇടം പിടിക്കുന്നുണ്ടായിരുന്നില്ല. ഈ ദീർഘകാലം ഈ ഹസീന മുൻ പ്രധാനമന്ത്രിയായിരുന്നു. ഈ പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്താണ് നിരവധി പ്രതിഷേധങ്ങൾ വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളും പ്രതിഷേധങ്ങളും ബംഗ്ലാദേശിൽ അരങ്ങേറിയിട്ടുണ്ടായിരുന്നത്. ഈ പ്രതിഷേധങ്ങളെ തുടർന്നായിരുന്നു ഇത്തരത്തിൽ ഹസീന രാജിവെക്കുകയും ഇന്ത്യയിലേക്ക് പലായനം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഹസീന നിലവിൽ ഇന്ത്യയിൽ തന്നെയാണ് തുടരുന്നത്. ഈ ഇന്ത്യയിലുള്ള ഡൽഹിയിലാണ് ഹസീന തുടരുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ ഹസീന ഇന്ത്യയിലോട്ട് വന്നപ്പോൾ ബ്രിട്ടനിലേക്ക് പോകാനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരുപക്ഷെ ബ്രിട്ടനിലേക്ക് പോകാനുള്ള യാത്രാമധ്യയാണ് ഇന്ത്യയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ബ്രിട്ടൻ രാഷ്ട്രീയ അഭയം നൽകുമോ എന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല. ഈ ബ്രിട്ടൻ രാഷ്ട്രീയ അഭയം നൽകിയില്ലെങ്കിൽ അഭയം നൽകുമോ എന്നതായിരുന്നു ഏറ്റവും പ്രധാനമായും ഉന്നയിച്ചിരുന്ന ഒരു ചോദ്യം, അല്ലെങ്കിൽ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിൽ ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിൽ ഹസീനയുടെ മകൻ ഇത്തരത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. യൂനിസിന്റെ നേതൃത്വത്തിൽ ഒരു ഇടക്കാല സർക്കാർ രൂപീകരിക്കുകയാണെങ്കിൽ ഹസീനയുടെ അവാമി പാർട്ടി ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ ഹസീന സർക്കാർ 2024 അധികാരത്തിൽ വന്നത് മുതൽ തന്നെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും കൂടാതെ ആക്രമണങ്ങളെല്ലാം തന്നെ ബംഗ്ലാദേശിൽ അരങ്ങേറിയിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഇത്തരത്തിൽ ഹസീന സർക്കാർ രാജിവെച്ചിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ഈ ബ്രിട്ടനിലേക്ക് പോകാനുള്ള അല്ലെങ്കിൽ ബ്രിട്ടൻ രാഷ്ട്രീയ അഭയം നൽകുന്നതിന്റെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ലഭിക്കാത്തതിനെ തുടർന്ന്, അല്ലെങ്കിൽ ഒരു തീരുമാനം അറിയിക്കാത്തതിനെ തുടർന്ന് ഈ മറ്റു പല രാജ്യങ്ങളുമായി ഹസീന ബന്ധപ്പെട്ടിരുന്നു. പല ഗൾഫ് രാജ്യങ്ങളുമായി, കൂടാതെ ഫിൻലാൻഡ് പോലുള്ള രാജ്യങ്ങളുമായെല്ലാം ബന്ധപ്പെട്ടിരുന്നു. അവിടെ നിന്നെല്ലാം ഒരു നിർദ്ദേശം ലഭിക്കാത്തതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഹസീന നിലവിൽ ഇന്ത്യയിൽ തന്നെ തുടരുന്നത്. കൂടാതെ തന്നെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് ബംഗ്ലാദേശിനെ കുറിച്ച് ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രിയുമായി സംസാരിച്ചെന്നും ഈ സംസാരിച്ചെങ്കിലും ഒരു കൃത്യമായ ഉത്തരം അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു മറുപടി തങ്ങൾക്ക് ലഭിച്ചില്ല എന്നുമാണ് ഇത്തരത്തിൽ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള ജയശങ്കർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇനി ഒരു അധികാരം അല്ലെങ്കിൽ ഇനി ഒരു രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ഹസീന സർക്കാർ പങ്കെടുക്കും, അല്ലെങ്കിൽ ഹസീന തിരികെ ബംഗ്ലാദേശിലേക്ക് പോകുമെന്നാണ് നിലവിൽ വരുന്ന വാർത്ത അനുസരിച്ച്, അല്ലെങ്കിൽ ഹസീനയുടെ മകൻ ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാൽ കൂടി ഇന്ത്യയിലുള്ള ബംഗ്ലാദേശിൽ നിരവധി
ഇന്ത്യക്കാരാണ് ഉള്ളത്. ഈ ഇന്ത്യക്കാരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹസീന നിലവിൽ ഇന്ത്യയിൽ തുടരുന്നത് കൊണ്ട് തന്നെ ഇന്ത്യക്കാരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നിരന്തരം ബംഗ്ലാദേശ് സർക്കാരുമായി ബന്ധപ്പെടുന്നുണ്ട് എന്നെല്ലാം തന്നെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള എസ് ജയശങ്കർ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇത്തരത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ഹസീന തിരികെ ബംഗ്ലാദേശിലേക്ക് പോകുമെന്നാണ് ഏറ്റവും പുതുതായി വരുന്ന വാർത്തയനുസരിച്ച്. അനു. ശരി വിനയ.